പത്തനംതിട്ട തൂമ്പാക്കുളത്ത് ഓട്ടോറിക്ഷ തോട്ടിലേക്ക് മറിഞ്ഞ് മരിച്ച 2 കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. 8 വയസ്സുകാരി ആദിലക്ഷ്മി, 4 വയസ്സുകാരി യദു കൃഷ്ണൻ എന്നിവരാണ് മരിച്ചത്. 4 വിദ്യാർത്ഥികൾ പരിക്കേറ്റ് ചികിത്സയിലാണ്. അതേസമയം സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു. അമിതവേഗം, അലക്ഷ്യമായ ഡ്രൈവിംഗ് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ഇന്നലെ വൈകിട്ടാണ് കരുമാനത്തോട് ശ്രീനാരായണ സ്കൂളിലെ വിദ്യാർത്ഥികളുമായി പോയ ഓട്ടോറിക്ഷ 100 അടിയോളം താഴ്ചയിലുള്ള തോട്ടിലേക്ക് മറിഞ്ഞത്. റോഡിൽ പാമ്പിനെ കണ്ട് വെട്ടിച്ചപ്പോൾ ഓട്ടോ തോട്ടിലേക്ക് മറിയുകയായിരുന്നു. യദുകൃഷ്ണന്റെ മൃതദേഹം മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് കണ്ടെത്തിയത്. പത്തനംതിട്ട തൂമ്പാക്കുളത്ത് ഓട്ടോറിക്ഷ തോട്ടിലേക്ക് വീണ് മറിഞ്ഞ് മരിച്ച 2 കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം ഇന്നാണ്. 8 വയസ്സുകാരി ആദിലക്ഷ്മി, 4 വയസ്സുകാരൻ യദുകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത്. ഒപ്പം 4 വിദ്യാർത്ഥികൾ പരിക്കേറ്റ് ചികിത്സയിലുമാണ്. ഈ 4 വയസ്സുകാരൻ യദുകൃഷ്ണൻ്റെ മൃതദേഹം മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിന് ശേഷമാണ് കണ്ടെത്തിയത്. ഡ്രൈവറുടെ അമിത വേഗമാണ് ഈ ഒരു അപകടത്തിന് കാരണമെന്നുള്ളതും ചൂണ്ടിക്കാട്ടുന്നു. ഡ്രൈവർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അത് അമിത വേഗത, അലക്ഷ്യമായ ഡ്രൈവിംഗ് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസുള്ളത്. ഇന്നലെ വൈകിട്ടോടെയാണ് ഇത്തരത്തിൽ ദാരുണമായൊരു അപകടം കരുമാനത്തോട് ശ്രീനാരായണ സ്കൂളിലെ വിദ്യാർത്ഥികളുമായി പോയ ഓട്ടോറിക്ഷയ്ക്ക് സംഭവിച്ചത്. ഓട്ടോറിക്ഷ 100 അടിയോളം താഴ്ചയിലുള്ള തോട്ടിലേക്ക് മറിയുകയായിരുന്നു. റോഡിൽ പാമ്പിനെ കണ്ട് വെട്ടിച്ചതായിരുന്നു. എന്നാൽ ഓട്ടോ തോട്ടിലേക്ക് മറിഞ്ഞു. പിന്നീട് മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ യദുകൃഷ്ണൻ്റെ മൃതദേഹം അതിനു മുൻപേ തന്നെ ആദിലക്ഷ്മി 8 വയസ്സുകാരിയുടെ മൃതദേഹം കിട്ടിയെങ്കിലും ഈ യദുകൃഷ്ണൻ്റെ മൃതദേഹം കിട്ടാൻ ഏറെ സമയമെടുത്തു എന്നുള്ളതാണ്. നിലവിൽ ഡ്രൈവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്.